ദൈവജനത്തിൻ്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ നിഷേധിക്കപ്പെട്ടപ്പോൾ ദൈവപുത്രനായ ഈശോ മിശിഹായ്ക്ക് ആത്മരോഷമുണ്ടായി. അത് മനുഷ്യൻ്റെ രോഷമായിരുന്നില്ല, ദൈവാലയത്തെക്കുറിച്ചുള്ള എരിവ് ആയിരുന്നു എന്ന് 69-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാം വാക്യത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. യേശുവിൻ്റെ പ്രവൃത്തിയിൽ ശിഷ്യന്മാർ ദൈവപ്രമാണമോർത്തപ്പോൾ വാണിഭക്കാരെ വരുമാനമാർഗമായി കാണുന്ന പുരോഹിത വരേണ്യവർഗം യേശുവിനോട് കയർക്കുകയും മറുതലിക്കുകയും അവൻ്റെ അധികാരത്തെയും ദൈവീകത്വത്തെയും അപലപിക്കുകയും ചോദ്യം ചെയ്യുകയുമാണ് അവർ ചെയ്തത്. ഈ ചോദ്യശരത്തിന് മുൻപിൽ നടുങ്ങാതെയും പതുങ്ങാതെയും യേശു പറഞ്ഞ ഉത്തരം ഇതായിരുന്നു: ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും. യേശുവിൻ്റെയും മറുപടിയും അവരെ കൂടുതൽ പ്രകോപിതരാക്കി എന്നാണ് ആ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. യെരുശലേം ദേവാലയത്തെക്കുറിച്ച് ഊറ്റം കൊള്ളുന്ന അധികാരികളായവർ ക്ഷോഭം കൊണ്ട് വിറത്തുള്ളുകയായിരുന്നു. അവർ അവനോട്, ഈ മന്ദിരം 46 സംവത്സരം കൊണ്ടാണ് പണിതത്, നീ എങ്ങനെ 3 ദിവസം കൊണ്ട് പണിയും? കോപാകുലരായ മതപ്രമാണിമാർ ഒരു കലാപം തന്നെ അവിടെ അഴിച്ചുവിട്ടിട്ടുണ്ടാകാം എന്നാണ് നമുക്ക് അനുമാനിക്കുവാനായിട്ട് കഴിയുക. എൻ്റെ പിതാവിൻ്റെ ആലയം വാണിഭശാലയോ കള്ളന്മാരുടെ ഗുഹയോ ആക്കി തീർക്കരുതെന്ന യേശുവിൻ്റെ ശാസന നമുക്കെല്ലാവർക്കും ഇന്ന് അന്യമാണ്. നാം അത് മറന്നുപോയിരിക്കുന്നു. ഇന്നത്തെ ദേവാലയത്തിൻ്റെ അവസ്ഥ തികച്ചും വ്യത്യസ്തമാണ്. ദൈവീക ശാസനകളുടെ എതിരെയാണ് നമ്മുടെ ഇന്നത്തെ വളർച്ച. സഭയുടെ ആസ്തിയും ബഡ്ജറ്റും ഇന്ന് ക്രമാതീതമായി പെരുകിക്കൊണ്ടിരിക്കുന്നു. ഇത്തരുണത്തിൽ യെരുശലേം ദേവാലയ നിർമ്മാണത്തെക്കുറിച്ച് ഒന്ന് സ്മരിക്കുന്നത് ഒത്തിരി നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നു. ദേവാലയ നിർമ്മാണത്തിനായി നോക്കിക്കാത്തിരുന്ന ശലോമോൻ രാജാവ് തൻ്റെ പിതാവായ ദാവീദിൻ്റെ ഇംഗിതമാണ് യെരുശലേം ദേവാലയ നിർമ്മാണത്തിലൂടെ സഫലമാക്കിയത്. ദൈവാലയ നിർമ്മാണം പൂർത്തീകരിച്ച ശലോമോൻ രാജാവിൻ്റെ നിഷ്കളങ്കമായ ഒരു പ്രാർത്ഥനയുണ്ട്. അതൊന്ന് പരിശോധിക്കുന്നത് ഏറെ നല്ലതാണെന്ന് തോന്നുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 52-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അവർ നിന്നെ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നീ കേൾക്കേണ്ടതിന് അടിയൻ്റെ യാതനയും നിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ യാതനയും തൃക്കൺ പാർത്ത് അരുളേണമേ. ദൈവാലയം ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്കും യാചനയ്ക്കും വേണ്ടിയുള്ളതാണെന്ന് ശലോമോൻ നമ്മെ ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. ഈ സങ്കല്പത്തിനും കാഴ്ചപ്പാടിനും ഒരിക്കലും കോട്ടമുണ്ടാകുവാൻ പാടുള്ളതല്ല. ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്കും യാചനയ്ക്കുമല്ലാതെ ദൈവാലയത്തെയും ദൈവീക മാർഗങ്ങളെയും ധനാഗമനത്തിനും പണസമ്പാദനത്തിനും മാധ്യമമാക്കുന്നതും വേദികളാക്കുന്നതും തെറ്റാണെന്നാണ് നാം പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. മതാധികാരികളുടെ തെറ്റായ പ്രവണതകൾക്ക്, ഇത്തരം പ്രവണതകൾക്കെതിരെയാണ് യേശു കോപാകുലനായത് എന്ന് നാം തിരിച്ചറിയണം. യെരുശലേം ദേവാലയ അധികൃതരുടെ സമ്പത്തിനോടുള്ള ആർത്തി പൂർവാധികം കൊടികുത്തി വാഴുകയാണ്. ഇന്നും അതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ ദേവാലയങ്ങളിലും ഉള്ളത്.
അതുകൊണ്ട് സഭകളുടെ അധികാര സ്ഥാനങ്ങളിലേക്ക് കേട്ടുകേൾവിയില്ലാത്ത വലിയ മത്സരങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 4 പതിറ്റാണ്ടുകൾക്ക് മുൻപ് സഭയുടെ ആസ്ഥാനത്തേക്ക് ഒരു മത്സരം നടക്കുകയുണ്ടായി. അത് അന്നയോളം കാണാത്ത വാശിയേറിയ ഒരു മത്സരമായിരുന്നു. ഇന്നത്തെ പോലെ 9 ആയിരുന്നില്ല, 4 സ്ഥാനികളെ ആയിരുന്നു ആവശ്യം. അന്നത്തെ മത്സരത്തിൽ ഒരു പ്രഗത്ഭനായ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു. എന്നാൽ ഫലപ്രഖ്യാപനം വരും മുൻപേ ജയിച്ചവരിൽ ഒരാൾ രാജിവെക്കുകയും ആ സ്ഥാനത്തേക്ക് തോറ്റ ആൾ ജയിച്ച് കയറുകയും ചെയ്തു. ഇങ്ങനെ പരാജയപ്പെട്ടവൻ ജയാരവം മുഴുക്കി ചിക്മംഗളൂർ വിജയം ആഘോഷിച്ച് വന്നപ്പോൾ പിതാക്കന്മാരിൽ ഒരാളുടെ കമൻ്റ് വളരെ ഗൗനിക്കത്തക്കതായിരുന്നു. ദൈവത്തിനും മനുഷ്യനും വേണ്ടാത്തവരെ സാരഥിയാക്കുന്നത് ശുഭസൂചകമായ ഒരു പ്രവണതയല്ല എന്നായിരുന്നു അത്. തോറ്റവനെ ജയിപ്പിച്ച് സാരഥിയാക്കുന്ന നല്ലതല്ലാത്ത ഒരു പാരമ്പര്യം നമുക്ക് ഇന്നും ഉണ്ട്. ഏതാനും കൊല്ലങ്ങൾക്ക് മുൻപ് സഭയുടെ ഭരണ സ്ഥിരാകേന്ദ്ര താക്കോൽ സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു വൈദികനോട് ഇപ്രകാരം പറഞ്ഞു: ഞങ്ങൾ വേതനം കൈപ്പറ്റുവാൻ വന്നവരല്ല, പിന്നെയോ പ്രതിഫലേച്ഛ കൂടാതെ സഭയ്ക്കു വേണ്ടി സേവനം ചെയ്യുവാൻ വന്നവരാണ്. ഞങ്ങൾ ഓടിക്കയറി വന്നവരല്ല. ഞങ്ങളെ ദൈവജനം തിരഞ്ഞെടുത്ത് ദൈവത്തിനായി ഭരമേൽപ്പിക്കപ്പെട്ടവരാണ്. ഞങ്ങൾ നിലയും വിലയുമുള്ള മാന്യന്മാരാണെന്നും അക്കൂട്ടത്തിൽ അദ്ദേഹം തട്ടിവിട്ടു. നമ്മിൽ ആരും അത്ര പുണ്യവാളന്മാരല്ല എന്ന് നമുക്ക് നമ്മെ തന്നെ അറിയാം. എല്ലാവരും ഒരുപോലെ തല്ലുപിടിച്ചും വോട്ട് പിടിച്ചും കാലുപിടിച്ചും വീടുകൾ താണ്ടിയുമാണ് ഈ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് വരുന്നത്. അല്ലാതെ ഓക്സ്യൂസ് പാടി 3 തവണ കസേരയിൽ ഇരുത്തി ഉയർത്തപ്പെട്ടവരല്ലെന്നും ആരും പറയാതെ തന്നെ നമുക്ക് തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അടിസ്ഥാനം മാറുമ്പോഴും ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും തെറ്റുമ്പോഴും മൂലതത്വങ്ങൾ ഒഴിവാക്കപ്പെടുമ്പോഴും പാവപ്പെട്ടവരെ അലക്ഷ്യമായി കാണുമ്പോഴും നിയമങ്ങൾ ചവിട്ടി മെതിക്കപ്പെടുമ്പോഴും അനീതി കൊഴുക്കുമ്പോഴും യേശുക്രിസ്തുവിൻ്റെ ചാട്ടവാർ പ്രയോഗം അനിവാര്യമായി കൊണ്ടിരിക്കുകയാണ്. സഭയിലും സമൂഹത്തിലും യേശുക്രിസ്തുമാർ ഇല്ലാതെ പോകുന്നു എന്നതാണ് ഇന്നത്തെ നമ്മുടെ നിരാശാജനകമായ അവസ്ഥയുടെ മുഖ്യ കാരണം. സമൂഹത്തിൽ അനീതിയും അഴിമതിയും അഴിഞ്ഞാട്ടവും കൊടികുത്തി വാഴുന്ന സമയങ്ങളിൽ ബിഷപ്പ് പൗലൂസ് മാർ പൗലൂസിൻ്റെ നിലപാടും അഭിപ്രായവും ആരായുന്ന ഒരു സമൂഹം ഇവിടെ നമുക്ക് ഉണ്ടായിരുന്നു. സങ്കീർണങ്ങളായ പ്രശ്നങ്ങളാൽ വഴിമുട്ടുമ്പോഴും മൗനം ഭേദിക്കുന്ന സ്വരം കടിപ്പിക്കുന്നതായ സ്തുതിപാഠക വേഷം കൂടാതെ സമൂഹത്തിന് ദിശാബോധം നൽകുവാൻ ബിഷപ്പ് പൗലൂസ് മാർ പൗലൂസ് എന്നും മുൻപന്തിയിലുണ്ടായിരുന്നു. ബിഷപ്പിൻ്റെ സ്വരം ശ്രദ്ധിക്കുന്ന പത്രപ്രവർത്തകരും ജനനായകന്മാരും ഉണ്ടായിരുന്ന ഒരു നാടാണ് നമ്മുടേത്. ഒരു അസന്നിഗ്ധ ഘട്ടത്തിൽ ബിഷപ്പിനെ ഇങ്ങനെ പറയേണ്ടതായിട്ട് വന്നു: ദൈവങ്ങൾക്ക് എന്തിനാണ് പട്ടാളത്തിൻ്റെ അകമ്പടിയും കാവലും? മറ്റൊരവസരത്തിൽ അദ്ദേഹം
ഇങ്ങനെ പറയുവാനിടയായി, തുമ്മുമ്പോൾ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അത് പോകട്ടെ. ഇത്തരം ബിഷപ്പിൻ്റെ നിലപാടുകൾ വർഗീയ കോമരങ്ങളുടെ അഴിഞ്ഞാട്ടത്തിന് തെല്ലൊന്ന് ശമനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്, സത്യമാണ്. സമൂഹത്തെ കാർന്നു തിന്നുമ്പോഴും വഴി പിഴപ്പിക്കുമ്പോഴും അത് ശരിയല്ല, തെറ്റാണെന്ന് പറയുവാൻ രാജാവ് നഗ്നനാണെന്ന് സധൈര്യം പറയുവാനും ആർജവമുള്ള അധികായന്മാർ ഇല്ലാതെ പോകുന്നുവെന്നതാണ് സഭയെയും സമൂഹത്തെയും ഇന്ന് അപജയത്തിൽ എത്തിക്കുന്നതിൻ്റെ മുഖ്യ കാരണം. യേശു യെരുശലേം ദേവാലയത്തെ ശുദ്ധീകരിച്ചതുപോലെ കൂടെ കൂടെ ശുദ്ധീകരണം പ്രാപിക്കേണ്ടതും 1000 ക്രിസ്തുമാർ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഉദയം കൊള്ളേണ്ടതും ഇന്നിൻ്റെ ഒരു വലിയ ആവശ്യമായിട്ട് കാണുകയാണ്. എന്തൊക്കെയാണ് ഇന്ന് നമ്മുടെ നാട്ടിലും സഭയിലും സമൂഹത്തിലും അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ചരിത്രത്തിലും സഭാഗാത്രത്തിലും കേട്ടുകേൾവിയില്ലാത്ത ചിത്രങ്ങളും ചരിത്രങ്ങളുമാണ് തുന്നി പിടിപ്പിക്കുന്നത്. ഇവിടെ ഒരു നാഥനില്ല, കളരിയാണ് നടക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഒരു റിംഗ് മാസ്റ്ററുടെ കുറവ് അനുഭവപ്പെട്ടു തുടങ്ങി. എല്ലാ സിംഹങ്ങളും അതുപോലെ ഞാഞ്ഞൂളുകളും കെട്ടഴിഞ്ഞ് ഒരു നിയന്ത്രണവുമില്ലാതെ അവരുടെ ഗർജനങ്ങളും മുരൾച്ചകളും മുഴക്കിക്കൊണ്ട് ആ ഒരു ശബ്ദം മാത്രമേ ഇവിടെ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ. ശത്രുത ഇന്ന് പെരുകി പെരുകി ഹിമാലയത്തോളം അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഒരു അറുതിയും സമാപ്തിയും ഉണ്ടാകേണ്ടത് ഇന്നത്തെ കാലത്തിൻ്റെ ആവശ്യമാണ്. അതിന് ഒരു യേശുക്രിസ്തുവോ ഒരു സ്നാപകനോ ഒരു പ്രവാചകനോ എഴുന്നേൽക്കേണ്ടത് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ വലിയ ആവശ്യമാണ്. ഈ അവസ്ഥയെ കാണുന്നതായ ദൈവം തന്നെ ഒരു പരിഹാരം നൽകുമെന്ന പ്രത്യാശയോടെ നമുക്ക് ഏവർക്കും ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നേക്കും ആമേൻ.